ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പട്ടായയിൽ 5 ദിവസം കഴിഞ്ഞ് വെക്കേറ്റ് ചെയ്ത്, അതായത് അക്വാ ഹോട്ടലിൽ വെക്കേറ്റ് ചെയ്ത് നമ്മൾ ഇന്ന് ബാങ്കോക്ക് പോവുകയാണ്. സോ ഇനി ഒരു 5 ദിവസം ബാങ്കോക്കിലായിരിക്കും. ബാങ്കോക്കിൽ നല്ല കിടിലൻ കാഴ്ചകളും അവിടെ നല്ല ജംഗിൾ സഫാരി, അതായത് സഫാരി വേൾഡിൽ പോകുന്നതും എല്ലാമായിരിക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മൾ നേരെ പോകുന്നത് ബാങ്കോക്കാണ്. നമ്മൾ ഓൾറെഡി ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ പട്ടായയിൽ നിന്ന് ബാങ്കോക്ക് ഒരു ക്യാബിൽ പോകാൻ ഏകദേശം 1800 ബാത്താണ് വരുന്നത്. അപ്രോക്സിമേറ്റ് ഒരു 4000 സംതിങ് ഇന്ത്യൻ കറൻസി വരും. സോ നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് ബാങ്കോക്ക് ഹോട്ടലിൽ അവിടെ ഓൾറെഡി ബുക്കാണ്. സോ നിങ്ങൾക്ക് ഞാൻ ഹോട്ടലൊക്കെ ഒന്ന് കാണിച്ചു തരാം. സോ ഇപ്പം നിൽക്കുന്നത് അക്വാ ഹോട്ടലാണ്. നല്ല ഹോട്ടലാണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടാണെങ്കിലും ബാച്ചിലേഴ്സ് ആയിട്ടാണെങ്കിലും വരാൻ പറ്റുന്നൊരു ഹോട്ടലാണ്. നല്ല ഫുഡൊക്കെയാണ്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. നല്ല കിട്ടില്ല ഫുഡായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ഫുഡിൻ്റെ കൂടെ പോർക്ക് ഐറ്റംസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. സോ ഫുഡും കൊള്ളാം. റൂംസ് എല്ലാം നല്ല കിടിലം റൂംസ് ആയിരുന്നു. ബാൽക്കണിയുള്ള റൂംസാണ് ഇവിടെ കൂടുതലും ഉള്ളത്. അതുകൊണ്ട് തന്നെ കൊള്ളാം. പിന്നെ നമ്മുടെ സ്കൂട്ടർ റെൻറ്റിനെടുത്തത് മോർണിംഗ് കൊണ്ടുപോയി കൊടുത്തായിരുന്നു. ഏകദേശം 300-200 ബാത്താണ്. അതായത് ചെറിയ സ്കൂട്ടറിന് 200 ബാത്തും വലിയ സ്കൂട്ടറിന് 300 ബാത്തും. അതാണ് റേറ്റ് വരുന്നത് പെർ ഡേ. പിന്നെ അവർ ഓരോ വണ്ടിക്കും 1000 ബാത്ത് വെച്ച് അഡ്വാൻസ് കൊടുക്കണം. അത് നമ്മൾ വണ്ടി കൊടുക്കുമ്പോൾ തിരിച്ച് തരും. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി നമ്മൾ തായ്ലൻഡ് ബാങ്കോക്കിൽ ചെല്ലുമ്പോൾ നമുക്കവിടെ റെൻറ്റിന് സ്കൂട്ടർ എടുക്കാൻ കിട്ടുമെങ്കിലും എടുക്കുന്ന റിസ്ക്കാണ്. കാരണം അവിടെ എല്ലാം ഫുൾ ടൈം ചെക്കിംഗ് ഉള്ളതാണ്, സിറ്റി ആയതുകൊണ്ട് തന്നെ. സോ നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നതാണ് അക്വാ ഹോട്ടൽ. ഇതതിൻ്റെ ഒരു ബിൽഡിങ്ങാണ്. ഇതേപോലെ തന്നെ ഇപ്പുറത്തും ബിൽഡിംഗ് ഉണ്ട്. നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ എല്ലാം ബിൽഡിംഗ് ഉണ്ട് അക്വാ ഹോട്ടലിൻ്റെ. ഓക്കെ. സോ നിങ്ങൾക്ക് ഈ പട്ടായ ട്രിപ്പിൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ, നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ പട്ടായയോടെ ബൈ പറയുകയാണ്. നമ്മുടെ ക്യാബ് ഇതാ വന്നിട്ടുണ്ട്. സോ നമ്മൾ ഈ ക്യാബിൽ കയറിയായിരിക്കും നമ്മൾ ബാങ്കോക്ക് വന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാങ്കോക്ക് കാഴ്ചകളൊക്കെ കാണാം. സോ ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി. ഇത് നമ്മുടെ ഇന്ത്യയിലില്ലാത്ത വണ്ടിയാണ്. ഇസുസു MU-X എന്ന് പറയുന്ന വണ്ടി. ഒരു ഫോർച്യൂണർ കൈൻഡ് ഓഫ് വണ്ടിയാണ്. നമ്മുടെ ഇന്ത്യയിൽ വന്ന പൊളിയായിരിക്കും ഈ വണ്ടി. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. റോയൽ പ്രിൻസസ് ഹോട്ടൽ. എന്തൊക്കെയാ പറയണം, എന്തൊക്കെയാണ് ആർക്കറിയാം. നമ്മളിപ്പോൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഗൈസ് ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. ബെന്റ്ലിയുടെ ഇത് ഏത് മോഡലാണെന്ന് എനിക്കറിയത്തില്ല. ഫ്ലൈയിങ് സ്പർ ആണോ എന്നൊരു ഡൗട്ടുണ്ട്. ഗൈസ് ഇതാണ് നമ്മുടെ ഹോട്ടല്. സോ ഗൈസ്, നമുക്ക് നമ്മുടെ റൂം കിട്ടിയിട്ടുണ്ട്. 4ാമത്തെ നിലയിലാണ് ഹോട്ടല്. വലിയ ബ്രെഡ്, ഒരു ബാൽക്കണി ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, ഒരു ബാൽക്കണി ഉണ്ട്, ഓപ്പൺ ബാൽക്കണി. ഇതും അവിടെ ടെമ്പിൾ കാണാം നമുക്ക്. ടോയ്ലറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് ടോയ്ലറ്റ്. നീറ്റ് ടോയ്ലറ്റാണ്, ഒരു കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വാർഡ്രോബ് ഉണ്ട്. ഫ്രണ്ട്സ്, നമ്മളിപ്പം ബാങ്കോക്കിലെ ഒരു സ്ട്രീറ്റിലേക്ക്, ഹോട്ടലിൻ്റെ അടുത്തുള്ള ഒരു സ്ട്രീറ്റ്. ഇവിടെ ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ട്. പേരൊന്നും അറിഞ്ഞൂടെ. ഇവിടെ ഉള്ളവർക്ക് ഇവിടുത്തെ ലാംഗ്വേജ് അറിയുള്ളൂ, അവർക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല. എന്തായാലും ഇട്ടിരിക്കുന്ന സംഭവങ്ങൾ പറഞ്ഞുതരാം. പോർക്ക്, പിന്നെ ഡക്കുമാണ് ഇട്ടിരിക്കുന്നത് സ്ലൈസ് ചെയ്ത്. ഇത് ദോശയുടെ പോലെ എന്തോ ഒരു ബാറ്ററാണ്. പിന്നെ സോസ് ഉണ്ട്. ഒരു രക്ഷയില്ല ഫ്രണ്ട്സ്. അവർ പുള്ളി എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇവിടുത്തെ ലാംഗ്വേജ് മാത്രമേ പുള്ളിക്ക് അറിയുള്ളൂ.
ഫ്രണ്ട്സ്, നമ്മൾ ബാങ്കോക്കിൽ ഒരു ഡെസ്റ്റിനേഷന് വന്നിട്ടുണ്ട്. ഐക്കൺ സിയാം എന്ന് പറയുന്ന വലിയൊരു മോളിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ട്. സോ നമ്മൾ ഈ മോളിൻ്റെ കാഴ്ചകളിലോട്ടായിരിക്കും ഇനി പോകുന്നത്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ മോള്. ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വയ്ക്കുന്ന ഷോപ്പാണ് ആദ്യം കയറി വരുമ്പോൾ തന്നെ കാണുന്നത്. കുറച്ച് എക്സ്പെൻസീവ് മോളാണെന്ന് തോന്നുന്നു സാധനങ്ങൾ. വെള്ളം തന്നെ കണ്ടില്ലേ, ഈ ഒരു ബോട്ടിൽ വാട്ടർ 38 ബാത്താണ്. ഐറ്റംസ് എല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ ലുലു മോൾ പോലെ തന്നെ ലൈഫ് കൗണ്ടറും പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള മോളാണ്. നമുക്കൊരു ടൂത്ത് ബ്രഷ് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു ടൂത്ത് ബ്രഷ് 85 ബാത്ത്. നമ്മളെ നാട്ടിൽ 260 രൂപ അടുപ്പിച്ച് തരും. വേറെ നോക്കാം. ഇവിടെ എല്ലാം എന്താ സാൻഡ്വിച്ചും വോഫിൾസ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഇവിടെ സെല് ചെയ്യുന്നുണ്ട്. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് കിട്ടുന്ന ഹോളാണ് ഇത്. വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തായാലും ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ ഫുഡ് അവർ ഡിസ്പ്ലേ വെച്ചേക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് പോലെ തോന്നും, ബട്ട് ഒറിജിനൽ ഫുഡാണ്. എന്ത് നീറ്റായിട്ട് അവർ ഫുഡ് വെച്ചിരിക്കുന്നത് നോക്കുക ഗൈസ്. ഇതൊക്കെയാണ് ഏകദേശം റേറ്റ് വരുന്നത്. 200 to 20 to 50 ബാത്തൊക്കെയാണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഐസ്ക്രീംസ് കാണാം. ഷോർബറ്റ് ഉണ്ട്. നമുക്ക് ആദ്യം ഒന്ന് ഇത് ഇവിടേക്ക് വന്ന് കണ്ടിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാം. നമ്മൾ നാട്ടിൽ കണ്ടുവരുന്ന ടൈപ്പ് മോളല്ല. താഴത്തെ ഫ്ലോർ ഫുൾ റെസ്റ്റോറൻ്റ് ആണ്. ഇത് മോമോസ് പോലെ എന്തോ സംഭവമാണ്. ഇത് എഗ് ആണെന്ന് തോന്നുന്നല്ലേ വെച്ച്. half 75. ഒരു കുക്ക് ചെയ്യുന്ന മെഷീൻ കണ്ടോ? ഇലക്ട്രിക് ആണെന്ന് തോന്നുന്നത്. ഇലക്ട്രിക് ആണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, നല്ലതാണ്. വേണ്ട ഫ്രണ്ട്സ്, ഇവിടുത്തെ ഫേമസ് ആണ് തായ്ലാൻഡിലെ മാംഗോ വിത്ത് സ്റ്റിക്കി റൈസ്. തായ്ലാൻഡിന്റെ സ്പെഷ്യലാണ്. ഫുൾ ഫുൾസ് ആണ് ഗൈസ്. ഇത് നത്തോലി dried fish. Fish? Yes, it's fish. Fish? Fish. It's like fish. Mackerel? Yes. Fish. എങ്ങനെയുണ്ട്? Yeah, it's salmon skin. Salmon? Yes, salmon skin. It's
Salted. Yeah, This one? it is spicy. This one is small fish. Small fish. Small fish. ഗൈസ് ഇതെല്ലാം മീനുകളാണ്. മീനുകൾ ഒരു Is small. വറുത്തുണക്കി വെച്ചേക്കാണെന്ന് തോന്നുന്നു. ചിപ്സ് പോലെ ഉണ്ട്. Okay, okay. Fry ചെയ്യണോ ഇതല്ലേ? You have to fry. Yeah. താങ്ക് യു. കോക്കനട്ട് വാട്ടർ. ചേച്ചി ഉണക്കച്ചക്ക. ഓ കണ്ടിയാ ചക്ക ഉണക്കച്ചക്കയല്ല ചക്ക എന്താണ്? ചക്കപ്പഴം ഉണക്കിയത് ഡ്രൈഡ്. ഇങ്ങനെ എങ്ങനെ ഉണക്കി എടുത്താൽ ഇതെല്ലാം മീൻ വറുത്താണെന്ന് തോന്നുന്നു ചേച്ചി. less spicy. Northern Thai chili green. Very spicy. Chutney. shrimp paste, chili paste. ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ കൊള്ളാം. വെറൈറ്റി സാധനങ്ങളാണ്. സീ ഫുഡ്, ഡ്രൈഡ്, ക്രിസ്പി പ്രോണ്, കോക്കനട്ട് ക്യാരമൽ, ഹാഫ് കിലോ സൈസ്. ഗൈസ് നമ്മളെ ചിപ്സ് ഇവിടെ ഉണ്ട്. ചിപ്സിന് എത്ര? 100 ബാത്താണ് വരുന്നത്. ആ ഒരു കുഞ്ഞ് പാക്കറ്റിന് 100 ബാത്ത്. നമ്മൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകുന്നു. തായ് ക്രിസ്പി പാൻ കേക്ക്. ഇത് നീറ്റായിട്ട് അവർ ഫുഡ് വെച്ചിരിക്കുന്നതെന്ന് ഗൈസ്. ഇത് മീറ്റ് ഐറ്റംസ്, കബാബ് അങ്ങനെയുള്ള ഐറ്റംസ്. കുറച്ചുകൂടെ അപ്പുറത്ത് പോകുമ്പം സ്റ്റിക്കി റൈസ്. ഇവിടുത്തെ ഇവരുടെ ഫേവറേറ്റ് സംഭവം സ്റ്റിക്കി റൈസ്. മാംഗോയും സ്റ്റിക്കി റൈസും ഞാൻ കഴിച്ചിട്ടുണ്ട്. കൊള്ളാം, നല്ല കോമ്പിനേഷനാണ്. ഐസ്ഡ് തായ് ടീ, ഐസ്ഡ് കോഫി, ഹോട്ട്പോട്ട് ആണെന്ന് തോന്നുന്നല്ലോ. ആ ഇവിടെ നോക്കാം, അങ്ങോട്ട് വാ. അങ്ങോട്ട് നോക്കാം. ഈ മാള് നല്ല രസമുണ്ട്. നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു മാളാണ്. കുറേ വെറൈറ്റി ഐറ്റംസും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ കുറച്ച് കീ ചെയിൻസ് സംഭവങ്ങളുള്ള സ്ഥലം. ഇവിടെ കുറച്ച് റിസ്റ്റ് ബാൻഡും സംഭവങ്ങളുള്ള സ്ഥലം. ക്രോക്കോഡൈൽ, ഇവിടുത്തെ വീണ്ടും ക്രോക്കോഡൈൽ ഷോപ്പെത്തി. ഇതെല്ലായിടത്തും കിട്ടും. ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു സ്മെല്ല്. ഇത് നമ്മുടെ കോക്കനട്ട് വാട്ടർ. ഇവിടെ നല്ല ഫുഡ് ഐറ്റംസ് ഉണ്ടെന്നാണ് കേട്ടോ. ലോബ്സ്റ്റർ, ഒക്ടോപ്പസ്, സ്ക്വിഡ്, പോർക്ക് സ്പെഷ്യൽ പോർക്ക്. പോർക്ക് കിടക്കുന്ന സുഷി ഇല്ല ചേച്ചി? 60 ഭാഗത്ത്. ഹലോ, എല്ലാ ഫിഷുണ്ട്. ഇതെന്തുവാ? ഇതൊന്നും ക്രോക്കോഡൈലാണോ? ബീഫ്
ബീഫ് ഇവിടെ ഗ്രില്ല് ചെയ്യുന്ന ഇങ്ങനെയാണ്. ഇവിടെ നൂഡിൽസ് ആണ് ഈ സൈഡിൽ. ഈ കാണുന്ന എല്ലാം നൂഡിൽസ് ആണ്. ഒരു സൈഡിൽ വരുമ്പോൾ ഇത് ബീഫ് ഐറ്റംസ് ആണ്. ബീഫിൻ്റെ ഫാറ്റും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ്. വീണ്ടും നൂഡിൽസ്, ഫ്രൈഡ് റൈസ്,